ഞാൻ നേരെ ഹോസ് ക്ലാസ് ഇറങ്ങിയിട്ട് നേരെ ഈ അക്ഷർധാമിലേക്ക് വന്നു കേട്ടോ. 6:30 മണി വരെ എൻട്രി ടൈം ഉള്ളത്. സമയം ഇപ്പോൾ ഏകദേശം 6 മണിയായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഞാൻ മടങ്ങിയതാണ്. സോ ഇന്നൊന്ന് കയറാൻ പറ്റുമോ നോക്കട്ടെ. ഇതാണ് എൻട്രി, അക്ഷർധാം മന്ദിർ. ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ ജസ്റ്റ് നടക്കാനേ ഉള്ളേ. അവിടുന്ന് ഓട്ടോക്കാർ വെറുതെ വന്നിട്ട് 40 റുപ്യ 100 റുപ്യെല്ലാം വേണമെന്ന് പറയും. ഹായ് അവിടെ 40 റുപ്യ 80 റുപ്യെല്ലാം വേണമെന്നെല്ലാം പറഞ്ഞിട്ട് വരും. അതിനൊന്നും നിൽക്കണ്ട, ഇറങ്ങിയാൽ ജസ്റ്റ് ഇപ്പുറത്തേക്ക് കാണുന്നാൽ തന്നെ മന്ദിറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് നല്ലൊരു വൈബ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സംഭവം ഞാൻ അകത്തേക്ക് കയറിട്ടോ, പക്ഷേ ഒരു പണി കിട്ടി. അകത്തേക്ക് ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. ഈവൻ മൊബൈൽ ഫോൺ പോലും കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് റൂമിൽ വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. സോ അതിവിടെ വെക്കേണ്ടി വരും. പക്ഷേ മോനെ നല്ല തിരക്കാണ്. ഇത് കണ്ടോ, ബ്ലോക്ക് റൂമിലേക്കുള്ള ക്യൂ ആണ് കാണുന്നത്. അപ്പോൾ നേരെ അവിടെ സാധനമെല്ലാം വെച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. ഒരു ഫോൺ പോലും അങ്ങനെ എടുക്കാൻ പറ്റില്ല. ചില്ലറപ്പെട്ട തിരക്കൊന്നും അല്ല കേട്ടോ, നല്ല റഷ് ഉണ്ട്. ഓക്കെ, റഷ് എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഈ ടൈമാണ് ഇത് കറക്റ്റ് ടൈം ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത്. അകത്തുള്ള വീഡിയോസും കാര്യങ്ങളും എന്തായാലും എടുക്കാണ്ട് പറ്റില്ല, കാരണം അതെല്ലാം ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണം പോകാൻ വേണ്ടി. ഈവൻ മൊബൈൽ ഫോൺ പോലും അവിടെ ഡ്രോപ്പ് ചെയ്യണം. നല്ല ക്ലോക്ക് റൂമിലേക്കുള്ള ക്യൂ ആണ് കേട്ടോ. അപ്പോൾ ചങ്ങായി പറഞ്ഞു, ഞാനിത് അക്ഷർധാം മന്ദിറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എക്സിറ്റ് ഗേറ്റിലേക്ക് എത്തിയിട്ടാ. ഒന്നും പറയാനില്ല മക്കളെ, അപാര കാഴ്ചകളാണ് അകത്തുള്ളത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ട് കാണേണ്ട ഒരു സ്ഥലമായിട്ട് ഞാൻ പറയുന്നത്. അകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട് വേറെ എന്താ പറയുക, ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ പറയാനുള്ളത്, ഇലക്ട്രോണിക് ഐറ്റംസ് ഒന്നും തന്നെ കയറ്റി വിടില്ല. ക്യാമറ ആയിക്കോട്ടെ, മൊബൈൽ ഫോൺ ആയിക്കോട്ടെ, പവർ ബാങ്ക് ആയിക്കോട്ടെ, ഒരു സാധനം ഹെഡ്സെറ്റ് പോലും കയറ്റി വിടില്ല. നല്ല ചെക്കിങ്ങും കാര്യങ്ങളുമാണ്. എടുത്തു പറയാനുള്ള ഇവിടുത്തെ സർവീസ്, ഒരു ക്ലോക്ക് റൂം ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ അപാരമാണ്, രക്ഷിത നല്ല അടിപൊളിയാണ്. എല്ലാം കൊണ്ടും നന്നായിട്ട് സാറ്റിസ്ഫൈഡ് ആയി. പക്ഷേ എനിക്ക് ചെറിയൊരു പനീൻ്റെ കോളുണ്ട്, അതുകൊണ്ട് കൂടുതലായിട്ട് അങ്ങോട്ടേക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അകത്തുള്ള ഫുട്ടേജ് കാണിക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്, കാരണം ഒന്നും അങ്ങോട്ടേക്ക് കണ്ടിട്ടില്ല. ഒരു മൊബൈൽ ഫോൺ പോലും അങ്ങനെ എടുക്കാണ്ട് പറ്റില്ല, എല്ലാം സ്വിച്ച് ഓഫ് ചെയ്തിട്ട് പുറത്തിട്ട് വെക്കണം. അപ്പോൾ എന്തായാലും പിന്നെ അടുത്തുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ നാളെയാണ്. ഇൻഷാ അല്ലാ ഇവിടെ നിന്ന് നേരെ റൂമിലേക്ക് പോകണം, സ്റ്റേ ചെയ്യണം. ബാക്കിയുള്ള കാഴ്ചകൾ നമുക്ക് നാളെ കാണാം. ഓക്കെ, കല്യാണത്തിന് ചെക്കനും പെണ്ണും പോകുന്ന കാഴ്ച കാണുന്നില്ലോ. കുതിരപ്പുറത്ത് സുഹൃത്തുക്കൾ. അങ്ങനെ ഡൽഹിയിലുള്ള മറ്റൊരു ദിവസം ഞാൻ എന്താ രാവിലെ തന്നെ റൂമിൽ നിന്ന് എണീറ്റ് ഇപ്പം കുത്തബ്മിനാർ ലക്ഷ്യമാക്കിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുത്തബ്മിനാർ എന്ന് തന്നെ പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷൻ ഉണ്ട്, അവിടെ ഇറങ്ങി ഷെയറിംഗ് ഓട്ടോ കിട്ടി. ഒരാൾക്ക് 20 റുപ്യ, ഒരു 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ അങ്ങനെ ഉള്ളൂ ഇവിടുന്ന്. ഒരാൾക്ക് 20 റുപ്പീസ്. ഓക്കെ, അപ്പോൾ അതും സ്ഥലമൊക്കെ നേരെ കുത്തബ്മിനാർ ലക്ഷ്യമാക്കിയിട്ട് പോക്കാണ്. ഇന്നത്തെ കാഴ്ചയിൽ നമുക്ക് കുത്തബ്മിനാറിൽ നിന്ന് തുടങ്ങാം. 72.5 മീറ്ററോളം നീളം വരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മിനാറാണ് കേട്ടോ കുത്തബ്മിനാർ. ഇതാണ് നമ്മൾ അതിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിട്ടുണ്ട്. അകത്ത് കയറി ടിക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു, കയറി ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറിയിട്ട് നമുക്ക് കുത്തബ്മിനാറിൻ്റെ കാഴ്ചകൾ ഇന്ന് കാണാം. ഓക്കെ, 40 റുപ്യ കേട്ടോ. ക്യാഷ് ആയിട്ടാണെങ്കിൽ 40 രൂപ, ATM ഡെബിറ്റ് കാർഡായിട്ടാണെങ്കിൽ 35. ഇവിടെ ക്യാഷ് ഓണിനും കൊടുത്തിട്ടുണ്ട്. 40 രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത്. അങ്ങനെ ക്യാമറയുടെ ട്രൈപ്പോഡ് ഇവിടെ വാങ്ങി ഊരി വെച്ചേട്ടാ. അവർ പറഞ്ഞ് തിരിച്ചു പോകുമ്പോൾ തരാമെന്ന് പറഞ്ഞു. കാരണം അവിടെ വെച്ചിട്ട് ബ്ലോക്കും കാര്യങ്ങളെല്ലാം ആക്കും. കുറേ ആൾക്കാർ അടിയിലെല്ലാം വെച്ചിട്ട് അതുകൊണ്ട് അത് കൊണ്ടുപോകാണ്ട് വിടൂല. ട്രൈപ്പോഡ് അകത്തേക്ക് കയറ്റാൻ പറ്റൂല. ഇതാ നമ്മൾ കുത്തബ്മിനാർ നേരെ ഫ്രണ്ടിൽ കാണുന്ന. ഓ, പിന്നെ അതിൻ്റെ കുത്തബ്മിനാർ മാത്രമല്ലാണ്ട് ഖൂബത്തുൽ ഇസ്ലാം മോസ്ക്, ഹലായി ദർവാസ, ബാം, ജാമീസ് ടോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സംഭവങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. കുത്തബ്മിനാർ ഈ കാണുന്നത്, അത് കൂടാണ്ട് വേറെയും കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇതെല്ലാം ഓരോ സൃഷ്ടികളുണ്ടല്ലേ.
പറഞ്ഞാൽ കംപ്ലീറ്റ് ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ഒരു നിർമ്മിതിയാണ് കേട്ടോ. കണ്ടങ്ങൾ ഇപ്പോൾ ഇഷ്ടികയാണ്. 72 മീറ്റർ നീളത്തിലാണ്, ഹൈറ്റിലാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മിനാരം എന്നറിയപ്പെടുന്ന നമ്മുടെ കുത്തബ് മിനാർ. ഡൽഹി എന്ന് പറഞ്ഞ സത്യം പറഞ്ഞാൽ ഇതുപോലെ ചരിത്രപരമായിട്ടുള്ള ഒരേ എന്താ പറയുക നിർമ്മിതികളും കാര്യങ്ങളും ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ഞാനിപ്പോൾ 6ാമത്തെ ദിവസം കാണായി, പക്ഷേ ഇനിയും തീർന്നിട്ടില്ല. അത്രക്ക് മാത്രം ഇവിടെ കാണാനുണ്ട്. ഞാൻ ഓൾറെഡി കുത്തബ് മിനാർ ഇതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ വന്ന കാലമെല്ലാം മറന്നുപോയി. കുറേ അവശേഷിപ്പുകൾ, കുറേ ഭാഗമെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ നിർമ്മിതികളൊക്കെ കുറേയെല്ലാം പൊളിഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്നാലും ആ പൊളിഞ്ഞിൻ്റെ ലുക്ക് വേറെ തന്നെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ, ആ ഒരു കണ്ടീഷനിലുള്ള അവശേഷിപ്പുകൾ, ചരിത്രത്തിൻ്റെ അവശേഷിപ്പുകൾ എന്ന് നമുക്ക് പറയാം. അണ്ണാക്കൊട്ടൻ നമ്മുടെ നാട്ടിലൊന്നും കാണാത്ത സാധനം. അണ്ണാക്കൊട്ടന് ഫീഡ് ചെയ്യാൻ വേണ്ടി കിട്ടുന്ന ചാൻസ് എന്നിട്ട് കൈവന്ന് എടുത്തിട്ട് പോകുന്നുണ്ട്. നൈസല്ലേ? അതെന്തോ മുണ്ടിലെന്തോ കുത്തബ് മിനാറിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണ്ട. കുത്തബ് മിനാർ എന്ന് പറഞ്ഞാൽ മെട്രോ സ്റ്റേഷൻ തന്നെയാണ് അടുത്തായിട്ടുള്ളത്. അവിടെ വന്നിട്ട് ഒരു 20 രൂപ ഷെയറോട്ടോ നമുക്ക് കിട്ടും. അപ്പോൾ ഞാനിപ്പോൾ കുത്തബ് മിനാറിലേക്ക് തന്നെ തിരിച്ച് പോവുകയാണ്. ഷെയർ ഓട്ടോ 20 റുപ്പീസ്. ഇനി അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം എവിടത്തേക്കാണ് പോകുന്നതെന്നുള്ള. ഒന്നും ഡിസൈഡ് ചെയ്തിട്ടില്ല, അവിടെ എത്തിയിട്ട് നോക്കാം, മെട്രോയിൽ എത്തിയിട്ട്.